അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചന മസാലയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണാം. വെൽക്കം ടു ടെസ്റ്റഡ് ആൻഡ് ടേസ്റ്റഡ് ചാനൽ. ഈ ചന മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ 1/4 കിലോ വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്ത ശേഷം 6 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. 2 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് ചേർക്കാം. തക്കാളി 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതും ചേർക്കാം. പച്ചമുളക് 3 എണ്ണമാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ എടുത്ത് ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടി. ചിക്കൻ മസാല 1.5 ടേബിൾ സ്പൂൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചതാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് അടച്ചു വെച്ച് 5-6 വിസിലടിക്കുന്ന വരെ വന്നിട്ട് വേവിച്ചെടുക്കാം. കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി ചൂടാക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചുവന്നുള്ളിയാണ്. വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞ ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം ജീരകം പൊടിച്ചത് ചേർക്കാം. അല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. അല്പം കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള കടല ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം തിളപ്പിച്ചെടുക്കണം. ചാറെല്ലാം നന്നായിട്ട് കുറുകി വരേണ്ടതുണ്ട്. ഈ ചാറ് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയാണിത്. ഇത് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചന മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചപ്പാത്തി, പൂരി, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചന മസാലയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്താം. അതുവരെ ബൈ.